ഇന്ന് നമുക്ക് രാവിലെ കുറച്ച് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിന്. അപ്പം അമ്മ രാവിലെ തന്നെ ഉണ്ണിയപ്പെല്ലാം ചുട്ട് റെഡിയാക്കിയതിന് ശേഷം ഞാൻ വേഗം അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും അമ്മ പത്തലിനുള്ള മാവ് കുഴക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കേട്ടാ ഇന്ന് നമുക്ക് പത്തലിനും കൂടി ഓർഡർ ഉണ്ട്. അതും രാവിലെ 10 മണിക്ക് മുന്നേ തന്നെ അത് കൊടുക്കും കൂടി വേണം. പത്തലിനുള്ള മാവമ്മ കുഴച്ച് സെറ്റാക്കി വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം വീട്ടിലേക്ക് വന്നു. രാവിലെ അതിക്കുട്ടൻ ട്യൂഷന് പോകുമ്പോൾ 2-3 ചപ്പാത്തി വേഗം ഒന്ന് ചുട്ടു കൊടുത്തതേ ഇല്ലൂ. ഇനി ലൂകുട്ടനും നമുക്ക് വല്ല ചപ്പാത്തി ഉണ്ടാക്കണത്രേ. പിന്നെ ഞാൻ വേഗം ചപ്പാത്തിയെല്ലാം പരത്തി ചുടാൻ വേണ്ടി തുടങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ തെയ്യം കാണാൻ വേണ്ടിയിട്ട് പോയേരം വാങ്ങിയ ഈ ഇരുമ്പിന്റെ ചപ്പാത്തി ചുടുന്ന തവിയില്ലേ, അത് നല്ല സൂപ്പർ ഇട്ടാ, നല്ല വൃത്തിയിൽ ഇതിൽ ചപ്പാത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നമ്മളെ വസന്തമ്മേന്റെ പരം എടാട്ട് വീട്ടിൽ 2 ദിവസം നിൽക്കാൻ പോയ നമ്മളെ ലോഗൂസ് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഇന്ന് നല്ല ഉള്ളി റോസ്റ്റാന്ന് ഉണ്ടാക്കിട്ടാ. പിന്നെ ലോകൂട്ടന് ചപ്പാത്തിയും ഉള്ളി റോസ്റ്റെല്ലാം തിന്നാൻ വേണ്ടി കൊടുത്തതിന് ശേഷം ഞാൻ വേഗം വീട്ടിലേക്ക് പോയി. അമ്മ അപ്പത്തിനും എല്ലാം മാവെല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി. പിന്നെ ഞാൻ പത്തല് ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ചുടുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഉണ്ടാക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി നമുക്ക് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ ഇതാണ് നമ്മളെ നെയ്പ്പത്തല്. തേങ്ങയും ഉള്ളിയും ജീരകെല്ലാം ഒതുക്കി ചേർക്കുന്നുണ്ട്. കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ചിക്കൻ കറീന്റെ പരം മസാല കറീന്റെ പരം വെജിറ്റബിൾ കറീന്റെ പരം എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയണ്ടല്ലോ, പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം പത്തലെല്ലാം ചുട്ട് പത്തലും കൂടി കൊണ്ടു കൊടുത്ത് വന്നതിന് ശേഷം ഞാനും അമ്മയും ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ടേസ്റ്റ് എപ്പോൾ നോക്കുന്നതാണ്, എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം ഇതാ മുറിച്ച് അതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല വൃത്തി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.